ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചക്ക കടത്തലാണ്. അപ്പോൾ ആ മരത്തിൽ കയറിപ്പോകുന്ന ആളെന്ന് പറയുന്നത് ഞാൻ തന്നെ. വലിയ പരിചയസമ്പന്നനൊന്നും അല്ല, എങ്ങനെയൊക്കെയോ അതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുവാണ്. മരത്തിൽ കയറാനങ്ങ് അറിഞ്ഞുകൂടാ. വലിയൊരു തോട്ടമുണ്ട്, പിന്നെ കൂടെ പപ്പയുണ്ട്, മാമനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറി ഒന്ന് ഇരുന്നതിന് ശേഷം തോട്ട വെച്ച് ചക്ക വലിച്ചിടാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. നമുക്ക് വിജയിക്കുമോ നോക്കാം. അതുകൊണ്ടില്ല, നല്ല പൊക്കത്തിലാണ് നിൽക്കുന്ന ചക്ക, വരിക്കച്ചക്കയാട്ടോ. അപ്പോൾ ആദ്യത്തെ ശ്രമം നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കുവാണ്. പിച്ചാത്തി വെച്ചാണ് അത് തോട്ട കെട്ടിയിരിക്കുന്നത്. അയ്യോ, സാധനം താഴെ എത്തിയിട്ടുണ്ട്. അയ്യോടാ, പൊട്ടി കേട്ടോ. 2-3 ചക്കയേ ഉള്ളൂ, അതും പല പല സ്ഥലത്തായിട്ട് നിൽക്കുക. മരത്തിൻ്റെ മേളിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചു. മരമല്ല, ചെറിയൊരു പേര. അതിൻ്റെ മേളിൽ കയറിയപ്പോഴേ ക്ഷീണിച്ചു. അവിടുത്തെ ഇട്ട് ചാടി ഇറങ്ങി, പേരമരത്തിൽ കൂടി തന്നെ തൂങ്ങി ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടത് 2 ചക്കയാണ്. ഇനിയും പരിപാടികളുണ്ട്. ഈ സാധനം ചുമന്നിന് മേളിൽ കയറ്റണം, അതിനുശേഷം ഇത് മുറിക്കണം. ആദ്യത്തെ ചക്ക മാമൻ കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ ചക്ക പപ്പ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. ഇല്ല, അത് ഞാൻ തന്നെ എടുത്തു. പപ്പ തോട്ടയുമായി മേളിലോട്ട് പോയി. എന്നെ പറ്റിച്ച് പപ്പ തോട്ടയുമായിട്ട് പോയി കളഞ്ഞു. നല്ല സ്വയംഭം ചക്ക. ഇനിയിടാണ്ട് ചക്ക കണ്ടില്ലേ. ഇതിവിടെ നിന്ന് പറിക്കാൻ പറ്റുമോ നോക്കാം, പക്ഷേ എത്താൻ പാടാണ്. അവിടെ വരെ എത്തുന്നുണ്ട്, എന്നാലും അത് പിച്ചാത്തി വളഞ്ഞു പോവുകയാണ്. അയ്യോ, ചക്ക കീറി കേട്ടോ. പിച്ചാത്തി അതിനകത്ത് കൊണ്ട് കീറിപ്പോയി. നടപ്പ് വശമല്ല, എന്നാലും ഒന്നും കൂടി നോക്കാം നമുക്ക്. അവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ. ഇവിടെ ആകുമ്പോഴത്തേന് ആർക്കെങ്കിലും മുറിച്ച് കഴിക്കാനെങ്കിലും കൊടുക്കാം. പണി പാളിയിരിക്കുകയാണ്. കണ്ടില്ല, ഇത്രയും പൊക്കമുണ്ട്. നമ്മൾ മൊത്തം ചക്കയും പറിക്കുന്നില്ല, ഏതെങ്കിലും കിളികൾക്കും കൂടി കൊടുക്കണ്ടേ, നമ്മൾ മാത്രം കഴിച്ചാൽ മതിയോ. അപ്പോൾ അവിടെ നിൽക്കുന്നൊരു ചക്ക അടത്താനായിട്ട് ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ തൂങ്ങി ആ മരത്തിൻ്റെ മണ്ട കയറി എങ്ങനെയെങ്കിലും ഇരിക്കണം. ഇരുന്നതിന് ശേഷം മാത്രമേ ഞാൻ തോട്ട മേടിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ചക്കയ്ക്ക് വേറെ ഞാൻ താഴെ വീഴും. ഇത് കാണുന്ന നിങ്ങൾക്ക് ചിരി വന്നേക്കാം. ഞാൻ ഒരു മരം കയറ്റക്കാരനല്ല, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വലിഞ്ഞു കയറിയതാണ്. തിരിച്ചിറങ്ങാൻ ഇനി ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അവസാനം അറിയാം. എന്തായാലും ഞാൻ എൻ്റെ മേളിലൊന്ന് സെറ്റിൽഡ് ആവട്ടെ. അതിമനോഹരമായി ഞാൻ അവിടെ സെറ്റിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ചടങ്ങെന്ന് പറയുന്നത് തോട്ട മേടിക്കുക, അളിയനെ താഴെ എത്തിക്കുക. അപ്പോൾ മരത്തിൽ കയറിയിട്ടും ഇച്ചിരി ദൂരെയാണ് ചക്ക നിൽക്കുന്നത്, എന്നാലും ഒരു ശ്രമം നടത്തി നോക്കാം നമുക്ക്. അതുകൊണ്ടില്ലേ, ചക്ക കണ്ടില്ലേ, നല്ല അടിപൊളി വരിക്ക ചക്ക. ഇതും കൂടി കഴിഞ്ഞാൽ ഇനി ചക്ക ഇല്ല ഈ സീസണിൽ. 2 എണ്ണം ഉള്ളത് കിളികൾക്ക്. വാ, അയ്യോ താഴെ പോയല്ലോ. എവിടെ? അയ്യോടാ, പൊട്ടിപ്പൊളന്നു പോയേട്ടോ. നല്ല ചക്ക കേട്ടോ. അങ്ങനെ മാമൻ അതിനെ തൂക്കിക്കൊണ്ട് ഓടുകയാണ്. കൊള്ളാം, നല്ല അടിപൊളി സൂപ്പർ ചക്ക. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം പിച്ചെടുത്ത് കഴിച്ച് നോക്കാൻ പറഞ്ഞു. പിച്ചെടുത്ത് കഴിച്ച് നോക്കി ഭാര്യ കൊള്ളാം, നല്ല ചക്കയെന്ന് അതിനുള്ള മറുപടിയും കിട്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇത് വെട്ടിമുറിക്കണം. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. അണച്ചിട്ട് കളിച്ച അയ്യം വിജയം വഴക്ക് പറയും. ഞാൻ അരങ്ങൊഴിഞ്ഞു. ഇനി മാമന്മാരും മാമനും പപ്പയുമായിട്ട് ഇത് വെട്ടിമുറിക്കുന്നൊരു ചടങ്ങാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ചക്ക. പപ്പ പണി തുടങ്ങിയിട്ടുണ്ട്, ഡിയോൺ കുട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2-3 ചുള നമ്മുടെ ഇവിടുത്തെ അന്തേവാസികൾക്കും കൂടി ഉള്ളതാണ്. ഇതാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഇവർ കഴിച്ചിട്ട് എന്തോ പറയുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. കൊള്ളാമെന്നാണ് പറയുന്നത്.
ഇതുവരെ വേറെ മുഖത്ത് ഭാവം മാറ്റങ്ങളൊന്നുമില്ല. നല്ല ചക്കയെന്നാണ് പുള്ളിക്കാരന്മാരും പറയുന്നത്. അപ്പോൾ ഓരോ പീസായിട്ട് ഓരോരുത്തർക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്രാവശ്യം വീതം വയ്ക്കുന്നത് മാമനാണ്. ഈ ചക്കയുടെ കണ്ട്രാക്ക് മാമനാണ്. അപ്പോൾ ഇത് ഓരോരുത്തർക്കായിട്ട് അയൽവക്കക്കാർക്കെല്ലാം നമുക്ക് എപ്പോഴും ഉള്ളൊരു പരിപാടിയാണല്ലോ. എന്ത് നമ്മൾ വീട്ടിൽ പറിച്ച് വിളവെടുത്താലും നമ്മുടെ അയൽവക്കക്കാർക്ക് നമ്മൾ കൊടുത്തിരിക്കും. എന്നാലേ നാളെ ഒരാപത്തിൽ അവർ നമുക്ക് ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം.